ഒരാൾ ജനാബത്ത് കുളി നിർവഹിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഉളു നിർവഹിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അദ്ദേഹത്തിന് നമസ്കരിക്കണം എന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു ഉളു ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. എന്ന് പറഞ്ഞാൽ ജനാബത്തിൻ്റെ വലിയ അശുദ്ധിയുടെ നിയ്യത്തിൽ ഒരാൾ കുളിച്ചു, അതെ, പിന്നെ നമസ്കരിക്കാൻ അല്ലെങ്കിൽ മറ്റ് ഇബാദത്തുകൾ ചെയ്യാൻ വേറെ തന്നെ വുളു എടുക്കേണ്ടതുണ്ടോ, അതല്ല ഈ കുളി മതിയാകുമോ വുളുവിന് പകരം എന്നതാണ് ചോദ്യകർത്താവ് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായും അതിനുള്ള ഉത്തരം മതിയാകും എന്നുള്ളതാണ്. ജനാബത്ത് കാരനായ അല്ലെങ്കിൽ വലിയ അശുദ്ധിയുള്ള ഒരാൾ കുളിക്കുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ച ശുദ്ധീകരണത്തിൻ്റെ മറ്റൊരു രൂപമാണ്. ഒന്ന് വുളുവാണ്, മറ്റൊന്ന് കുളിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ വലിയ അശുദ്ധിയുള്ള ഒരാൾ കുളിക്കുന്നതോടുകൂടി തന്നെ ശുദ്ധിയായി കഴിഞ്ഞു, വുളു കൂടി അതിൽ ഉൾപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിനുള്ള തെളിവ് പരിശുദ്ധ ഖുർആനിൽ സൂറത്തു നിസായിലെ 43-ാമത്തെ ആയത്തിൽ കാണാം. വല ജുനുബൻ ഇല്ല ആബിരി സബീലിൻ ഹത്താ തഗ്തസിലു. നിങ്ങൾ ജനാബത്തുകാരനായിരിക്കെ പള്ളിയിൽ പ്രവേശിക്കരുത് നമസ്കരിക്കാൻ വേണ്ടി. ഏതുവരെ? ഹത്താ തഗ്തസിലു, നിങ്ങൾ കുളിക്കുന്നത് വരെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ആയത്തിനെ തെളിവാക്കി പിടിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ കുളിക്കുന്നത് വരെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജനാബത്ത് നീങ്ങാൻ കുളി മതി, വലിയ അശുദ്ധി നീങ്ങാൻ കുളി മതി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമുക്ക് വ്യക്തമാക്കി തരുന്നു. അപ്പോൾ വുളു ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാനുള്ളതാണെങ്കിൽ കുളി വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാനുള്ളതാണ്. ആ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാനുള്ള കുളി വലിയ ത്വഹാറയാണ്. അതിൽ വുളു കൂടി എന്ത് ചെയ്യുന്നു? ഉൾപ്പെടുന്നു. അത് ഒന്നുകൂടി നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കുറച്ച് ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, കുളിയെക്കുറിച്ച് ചോദിക്കുകയാണ്. ഞങ്ങൾ വളരെയധികം തണുപ്പുള്ള ഒരു നാട്ടിൽ നിന്ന് വരുന്നവരാണ്, അവിടെ വെള്ളത്തിന് നല്ല തണുപ്പാണ്, അപ്പോൾ വിശാലമായി കുളിക്കാനും മറ്റും പ്രയാസമുണ്ട് അവർക്ക്. അപ്പോൾ എന്ത് വേണം? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നൽകിയ മറുപടി, ഇന്നമാ യക്ഫി അഹദക്കും അൻ യഹ്ഫിന അലാ റഅ്സിഹി സലാസ ഹഫനാത്തി. നിങ്ങൾ നിങ്ങളുടെ തലയിലൂടെ 3 തവണ വെള്ളം കോരി ഒഴിച്ചാൽ മതി. നമുക്കറിയാം വലിയ അശുദ്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വെള്ളം എത്തിയാൽ മതി. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വെള്ളം എത്തിയെന്ന് ഉറപ്പ് വരുത്തിയാൽ മതി. അത് 3 തവണ തലയിലൂടെ വെള്ളം കോരി ഒഴിച്ചാൽ തന്നെ ഏകദേശം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വെള്ളം എത്തുന്നതാണ്. പ്രവാചകൻ ഇവിടെ പറയുന്നത് നിങ്ങൾക്കത് മതി എന്നാണ്. നിങ്ങൾക്കത് മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറയുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? വേറൊരു വുളു കൂടി ആവശ്യമുണ്ടായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതവർക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കില്ല. കാരണം അവർ സംശയം ചോദിച്ച് വന്ന ആളുകളാണ്. അവിടെ ജനാബത്ത് കുളിക്ക് പുറമെ വുളു കൂടി ആവശ്യമുണ്ടായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ വുളു കൂടി അതിനുശേഷം എടുക്കണമെന്ന് പറയുമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ജനാബത്തുകാരായ ആളുകൾ ഞാൻ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുകയാണ് എന്ന നിയ്യത്തോടു കൂടി കുളിക്കുകയാണെങ്കിൽ ആ കുളി അവർക്ക് വുളുവിന് പകരം തന്നെയാണ്. ആ കുളി മതിയാകുന്നതാണ്, വേറെ വുളു എടുക്കേണ്ടതില്ല. എന്നാൽ നമുക്കറിയാം ജനാബത്ത് കുളിയുടെ വിശദമായ രൂപം എന്ന് പറയുന്നത് വുളുവോട് കൂടിയിട്ട് ജനാബത്ത് കുളിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികവും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അധികവും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. കുളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യം തൻ്റെ പ്രൈവറ്റ് പാർട്ടുകളും മറ്റുമൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമസ്കാരത്തിൽ വുളു എടുക്കുന്നത് പോലെ വുളു എടുത്തിട്ട് കാല് കഴുകൽ മാത്രം പ്രവാചകൻ പിന്തിപ്പിക്കും. എന്നിട്ട് പിന്നീട് തലയിലൂടെ വെള്ളം കോരി ഒഴിച്ച് കുളിച്ചതിന് ശേഷം അവസാനത്തിൽ തൻ്റെ കാലുകൾ കൂടി കഴുകും. അങ്ങനെ കുളിക്കുമ്പോൾ തന്നെ വുളു എടുക്കുന്ന രീതി പ്രവാചകനുണ്ട്. ഇത് ഏറ്റവും അഫ്ളലായ രീതിയാണ്. അതുകൊണ്ട് ഒരാൾ കുളിച്ച് ആ കുളിയുടെ കൂടെ വുളു കൂടി എടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും അഫ്ളലാണ്, അതിന് വിരോധമില്ല. പക്ഷേ കുളി മാത്രം മതിയാവുന്നതാണ്. കാരണം മറ്റൊരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവരിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യതവദ്ദഉ ബഅദൽ ഗുസ്ൽ. കുളിച്ചതിന് ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ വുളു എടുക്കാറുണ്ടായിരുന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാബത്ത് കുളി വളരെ ഷോർട്ടായും ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വന്ന് നമസ്കരിക്കാൻ വേണ്ടി നിന്നു. ഉടനെ തന്നെ വളരെ ധൃതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് ഓടിപ്പോയി. പിന്നെ പ്രവാചകൻ തിരിച്ചു വരുന്നത് ശരീരത്തിൽ നിന്നെല്ലാം വെള്ളം ഉറ്റിക്കൊണ്ടാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ജനാബത്തുകാരനായിരുന്നു, എന്നോടത് മറന്നുപോയി. അങ്ങനെ പ്രവാചകൻ വേഗം വീട്ടിൽ പോയി നേരത്തെ പറഞ്ഞ രൂപത്തിൽ ശരീരത്തിൽ 3 തവണ വെള്ളം കോരി ഒഴിക്കുകയാണ് ഉണ്ടായത്. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസിൽ ചോദ്യകർത്താക്കളോട് പ്രവാചകൻ അങ്ങോട്ട് പറയുന്നത് നമുക്ക് ഹദീസിൽ കാണാം. ഞാനും അങ്ങനെ 3 തവണ തലയിലൂടെ വെള്ളം കോരി ഒഴിച്ച് കുളിക്കാറുണ്ട്. അപ്പോൾ വുളു എടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാൽ സമയമുള്ള ആളുകൾ വുളുവോടുകൂടി
വിശദമായി കുളിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഹൈറായിട്ടുള്ളത്. അതേ സന്ദർഭത്തിൽ സാന്ദർഭികമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വേറെ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഞങ്ങൾ ജനാപത്തുകാരൊന്നുമല്ല, പക്ഷേ സാധാരണ എല്ലാ ദിവസവും കുളിക്കുന്നത് പോലെ കുളിക്കും. ആ കുളി വുളുവിന് പകരമാകുമോ? ജനാപത്തിൻ്റെ വലിയ അശുദ്ധിയുടെ നിയ്യത്ത് വെച്ചാൽ മതിയോ? അങ്ങനെയാകുമ്പോൾ ആ വുളു കൂടി എടുക്കാതെ ഇരിക്കാമെന്നുള്ള നിലക്കാണ് ചോദിക്കുന്നത്. അതൊരിക്കലും പാടില്ലാത്തതാണ്. ജനാപത്ത് കുളി ജനാപത്തുകാരനായാൽ മാത്രമേ ഉള്ളൂ, അല്ലാത്തതൊന്നും ജനാപത്ത് കുളിയല്ല. ജനാപത്ത് കുളിക്കുന്നത് പോലെ കുളിക്കാം ഒരാൾക്ക് വിശദമായി, അത് മറ്റൊരു വിഷയമാണ്. പക്ഷേ ജനാപത്ത് കുളി എന്നുള്ളത് വലിയ അശുദ്ധിയുള്ള ആളുകൾക്ക് മാത്രമുള്ളതാണ്. അത് ആ സമയത്ത് മാത്രമേ ബാധകമാവുകയുള്ളൂ. നമ്മുടെ സാധാരണ കുളി കുളിച്ചിട്ട് അതിന് ജനാപത്ത് കുളിയുടെ നെയ്യത്ത് വെച്ച് വുളു എടുക്കാതിരിക്കുക എന്നുള്ളത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ജനാപത്തുകാരായ ആളുകൾക്ക് അൽഹംദുലില്ലാ ആ നെയ്യത്തിൽ കുളിച്ചാൽ പിന്നെ അവർ വുളു എടുക്കേണ്ടതില്ല. ഇതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നത്. സ്വാഭാവികമായും ചില ആളുകൾക്ക് ഇതിനോട് ചേർത്ത് ചില സംശയങ്ങൾ കൂടി വരാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ ഒരാൾ കുളിക്കുന്ന സമയത്ത് ജനാപത്ത് കുളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകൾ ലൈംഗിക അവയവങ്ങളിലും മറ്റും സ്പർശിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ വീണ്ടും വുളു ചെയ്യണ്ടേ എന്നുള്ള ചില സംശയങ്ങൾ പലപ്പോഴായി കേട്ടിട്ടുണ്ട്. അതുകൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുകയാണ്. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. ഈ വിഷയത്തിൽ ഒരു പ്രോഗ്രാം തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അഥവാ ഔറത്ത് സ്പർശിച്ചാൽ വുളു മുറിയുമോ? അവിടെ ശരിയായ അഭിപ്രായം, വികാരത്തോടു കൂടിയല്ലാത്ത സ്പർശനങ്ങൾ വുളുവിനെ ബാധിക്കുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം, ജനാപത്ത് കുളിയുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് ശരീരത്തിൽ മുഴുവൻ കൈകൊണ്ട് തടവുക, അല്ലെങ്കിൽ വെള്ളം എത്താൻ വേണ്ടിയിട്ട് കൈകൊണ്ട് റബ്ബ് ചെയ്യുക, ഉരയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും അവരുടെ കൈകൾ ലൈംഗികാവയവങ്ങൾ സ്പർശിക്കാവുന്നതാണ് കുളിക്കുമ്പോൾ, വിശദമായി കുളിക്കുമ്പോൾ. അവിടെ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ സംഭവിച്ചു പോയാൽ ആ കുളി ക്യാൻസലാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അപ്പോൾ കുളിച്ചുകൊണ്ടിരിക്കെ സംഭവിക്കുന്ന സ്വാഭാവികമായ ഒരു കാര്യമാണ്. അത് വുളുവിനെയോ അതല്ലെങ്കിൽ ആ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ശുദ്ധീകരണ പ്രവൃത്തിയെ ബാധിക്കുന്ന ഒരു വിഷയമല്ല എന്നാണ് നമുക്ക് പ്രമാണങ്ങളുടെ പിൻബലത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അൽഹംദുലില്ലാ. ആമീൻ വ ഇയ്യാക്കും.